it will take a lot of years for you to build up and get to that level where you will be paid good. പക്ഷെ ഞാൻ അവിടെ ഒന്നും ഇപ്പൊ എത്തിയിട്ടില്ല. ആൻഡ് നമ്മൾ ജീവിതത്തിന്റെ ആ ഒരു സ്റ്റേജിലാണ് where you need to put an input into the family as well. And he has been managing. I want my story to reach a lot of people because ഇങ്ങനത്തെ കുറേ ഈ ടോൺസ് ഉണ്ടല്ലോ, അതായത് ഇങ്ങനത്തെ കളിയാക്കലുകൾ കുത്തുവാക്കുകളൊക്കെ കേൾക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, അത് ഗേൾസ് ഓർ ബോയ്സ് എനി വൺ, just know that it doesn't matter. No one else matters. It's just you. പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ടാവും. നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അത് സത്യത്തിൽ ബേസ്ഡ് ആണെന്നുള്ള കാര്യമാണെങ്കിൽ നിങ്ങൾ ചെയ്യുക. ബിക്കോസ് നോ വൺസ് ഗോയിങ് ടു കം ആൻഡ് സേവ് യു ആൻഡ് യു നീഡ് ടു ലിവ് യുവർ ലൈഫ് ആൻഡ് നോ വൺ എൽസ് ഇസ് ഗോയിങ് ടു ഡു. പിന്നെ വേറൊരു പ്രശ്നം കോട്ടയത്താണ്, എൽഡർലി പേരൻസ്. അതൊരു പ്രശ്നമാണ്. കാരണം എൻ്റെ അമ്മയ്ക്കൊക്കെ കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതാണ്. അച്ഛനും ഏജ്ഡ് ആവുന്നുണ്ട്. സോ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ഓടിപ്പോകാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു ഇഷ്യൂ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് അമ്മയുടെ ഞാൻ കോളേജിൽ കയറിയ സമയത്തായിരുന്നു അമ്മയുടെ 2 മുട്ടും മാറ്റി വെക്കുന്ന ഒരു സർജറി ഒക്കെ. പിന്നെ നമുക്കൊരു ഹിസ്റ്റക്ടമി ഉണ്ടായിരുന്നു. സോ ഓൾ ദീസ് ഇറ്റ് വിൽ മെന്റലി അഫക്റ്റ് യു. നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു പഠിക്കുന്നതിൻ്റെ പ്രായം പറയില്ലേ, ഇത്ര തൊട്ട് ഇത്ര വരെ പഠിക്കുന്നു, കല്യാണം കഴിക്കുന്നതിന് മുന്നേ, അതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു സയൻസ് ഉണ്ട്. ബിക്കോസ് ഇറ്റ് വിൽ ആക്ച്വലി പ്രിപ്പയർ യു സോ ദാറ്റ് വെൻ യുവർ പേരൻസ് നീഡ് യു ഇൻ ദ ഫ്യൂച്ചർ യു വിൽ ബി ഫ്രീ. മേ ബി അതായിരിക്കാം. സോ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ഇടയ്ക്ക് വരും. അതുകൊണ്ട് അത് മാനേജ് ചെയ്യണം. അത് എന്തെങ്കിലും ഇതിൽ മാനേജ് ചെയ്യണം. പിന്നെ ഏജ് ഗ്യാപ്പ് അറ്റ് കോളേജ് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ആക്ച്വലി അത് മിക്ക സമയത്തും ഫീൽ ചെയ്തിട്ടില്ല. ബിക്കോസ് എനിക്ക് കിട്ടിയ ഒരു ബാച്ച് ഭയങ്കര അടിപൊളി ഒരു ബാച്ചാണ്. 2020 ബാച്ച് ഇസ് ജസ്റ്റ് അമേസിങ്. ഇത്രയും നല്ല പിള്ളേർ എല്ലാവരും, എനിക്ക് നല്ല കുറേ ഫ്രണ്ട്സിനെ കിട്ടി. ഒരുപാട് സ്നേഹിക്കുമ്പോഴത്തേക്കും കൊച്ചുകുട്ടികളായിട്ടാണെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ഇതൊക്കെ വരും. എന്നാലും നല്ല ഫ്രണ്ട്സാണ്. ഐ റിയലി ലൈക്ക് ഓൾ ഓഫ് ദം. ആൻഡ് അതൊക്കെ തന്നെയാണ്. പിന്നെ ഡു യു ഫീൽ ലെഫ്റ്റ് ഔട്ട് എന്ന് കോളേജിൽ നിന്ന് ചോദിക്കുകയാണെങ്കിൽ ആക്ച്വലി നോ. കാരണം ലെഫ്റ്റ് ഔട്ട് ആവണം എന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡഡ് ആവാതിരിക്കണം. ആക്ച്വലി ഐ ഹാവ് ബിൻ ഇൻക്ലൂഡഡ് എവ്രിവെയർ. പിന്നെ ഇൻക്ലൂഡഡ് അല്ല എന്ന് ചിന്തിക്കണമെങ്കിൽ ഫ്രീ ടൈം വേണം. എനിക്ക് അങ്ങനെ ഒരു ഫ്രീ ടൈം കിട്ടിയിട്ടില്ല. പിന്നെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടില്ല. മേ ബി പിള്ളേർ, പിന്നെ വിധു, പിന്നെ വീട്ടുകാരുമായിട്ട് കോള്, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഞാൻ മാക്സിമം ടൈം ഉണ്ടാക്കി ഐ യൂസ് ടു ഗോ ഔട്ട്. ഐ യൂസ് ടു മേക്ക് കോൾസ് ടു മൈ ഫ്രണ്ട്സ് ഫ്രം ഏർലിയർ ഇറ്റ് സെൽഫ്. അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഐ ഹാവ് നെവർ എവർ ഫെൽറ്റ് ലെഫ്റ്റ് ഔട്ട്. പിന്നെ ഞാൻ ചെറുതായിട്ടൊക്കെ ഒരു സോളിറ്റ്യൂഡ് ആസ്വദിക്കുന്ന ഒരു വ്യക്തി കൂടാണ്. ചെറിയ സമയത്തൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് എൻജോയ് ചെയ്യാറുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് മൂവി കാണാൻ പോയിട്ടുണ്ട്, ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട്. പക്ഷേ അതൊന്നും എനിക്കൊരു വിഷമത്തിലല്ല ഞാൻ ചെയ്യുന്നത്. ബിക്കോസ് എനിക്കതൊരു വിഷമമായിട്ട് തോന്നിയിട്ടില്ല. സോ